റെസ്റ്റോറന്റുകളിലും കഫേകളിലും ജോലി ചെയ്യുന്ന സ്വദേശികളുടെ അനുപാതം 30% ഉയർത്തും. ഇതിനായി തൊഴിൽ മന്ത്രാലയവും റെസ്റ്റോറന്റ് ആൻഡ് കഫേ അസോസിയേഷനും തമ്മിൽ കരാറിൽ ഒപ്പുവെച്ചു. കരാർ പ്രാവർത്തികമാകുന്നതോടെ നിരവധി വിദേശികൾക്ക് തൊഴിൽ നഷ്ടമാകും. തൊഴിൽ സാമൂഹിക വികസന മന്ത്രാലയവും റെസ്റ്റോറന്റ് ആൻഡ് കോഫി ഷോപ്പ് അസോസിയേഷനും മാനവ വിഭവ വികസന ഫണ്ടും ചേർന്നാണ് കരാറിൽ ഒപ്പുവെച്ചത്. റെസ്റ്റോറന്റുകളിലും കഫേകളിലും ജോലി ചെയ്യുന്ന സൗദികളുടെ എണ്ണം വർദ്ധിപ്പിക്കുകയാണ് പുതിയ കരാറിന്റെ ലക്ഷ്യം. ഒപ്പം ഈ മേഖലയിലെ വളർച്ചയ്ക്കും പുരോഗതിക്കും ഉതകുന്ന വിവിധ പദ്ധതികളും രൂപപ്പെടുത്തും. നിലവിൽ 1000ഓളം സ്ത്രീകൾ ഉൾപ്പെടെ 36,500 സൗദികളാണ് വിവിധ റെസ്റ്റോറന്റുകളിലായി ജോലി ചെയ്യുന്നത്. ഇത് ഈ മേഖലയിലെ ആകെ തൊഴിലാളികളുടെ 13% മാത്രമാണ്. എന്നാൽ 3500ഓളം സ്ത്രീകൾ ഉൾപ്പെടെ 3 ലക്ഷത്തോളം വിദേശികൾ ഈ മേഖലയിൽ ജോലി ചെയ്യുന്നുണ്ട്. പുതിയ കരാർ അനുസരിച്ച് സ്വദേശികൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ നൽകിക്കൊണ്ട് സ്വദേശി അനുപാതം 30% ഉയർത്തും. ഇതനുസരിച്ച് സൗദികൾക്ക് പുതിയതായി 50,000ഓളം തൊഴിലവസരങ്ങൾ ലഭിക്കും. മേഖലയുടെ വളർച്ചയ്ക്കായി വിവിധ പദ്ധതികളും നടപ്പിലാക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷാവസാനത്തെ കണക്കുകൾ പ്രകാരം പുതിയ കോഫി ഷോപ്പുകൾക്കായി 6272 കൊമേഴ്സ്യൽ രജിസ്ട്രേഷനുകൾ അനുവദിച്ചിരുന്നു. ഇത് മുൻ വർഷത്തേക്കാൾ 21% കൂടുതലാണ്. ഈയിടെ റെസ്റ്റോറന്റുകളിലും കോഫി ഷോപ്പുകളിലും സംഗീത കോമഡി പരിപാടികൾ അവതരിപ്പിക്കുന്നതിന് അനുമതി നൽകാൻ തീരുമാനിച്ചതും ഈ മേഖലയിലെ വളർച്ചയ്ക്ക് ആക്കം കൂട്ടുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഗഫൂർ കൊണ്ടോട്ടി, മീഡിയ 1, ജിദ്ദ. സൗദി തൊഴിൽ വിപണിയുടെ ആവശ്യം പരിഗണിച്ചുള്ള പരിശീലനം സംഘടിപ്പിക്കുമെന്ന് മാനവ വിഭവശേഷി ഫണ്ട് മേധാവി പറഞ്ഞു. റിയാദ് മീറ്റ് 2019 എന്ന പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. തൊഴിൽ മന്ത്രാലയത്തിന് കീഴിലുള്ളതാണ് മാനവ വിഭവശേഷി ഫണ്ട്. വിദ്യാർത്ഥികൾക്കും ബിരുദധാരികൾക്കും ആവശ്യമായ മാർഗനിർദ്ദേശവും പരിശീലനവും നൽകുക, സ്വദേശികളെ നിയമിക്കുന്ന സ്ഥാപനങ്ങൾക്കും തൊഴിലുടമകൾക്കും സാമ്പത്തിക സഹായം നൽകുക എന്നിവ സ്ഥാപനം നൽകുന്ന സേവനമാണ്. സർക്കാർ സ്വകാര്യ മേഖലയുടെ സഹകരണം സാമ്പത്തിക വളർച്ചയ്ക്ക് ആവശ്യമാണ്. ദേശീയ ഉത്പന്നങ്ങളിലും മാനവ വിഭവശേഷി ഫണ്ടിനെയും വളർച്ചയ്ക്കായി സ്ഥാപനങ്ങൾ ആശ്രയിക്കണമെന്നും സ്ഥാപനം അറിയിച്ചു. മാനവ വിഭവശേഷി ഫണ്ട് മേധാവി ഡോക്ടർ മുഹമ്മദ് ബിൻ അഹമ്മദ് അസുദൈരിയാണ് വിവരങ്ങൾ അറിയിച്ചത്. മീഡിയ 1, റിയാദ്. കുവൈത്തിൽ എഞ്ചിനീയർ തസ്തികകളിൽ സ്വദേശി എഞ്ചിനീയർമാരെ നിയമിക്കാൻ കരാർ കമ്പനികൾക്ക് പൊതുമരാമത്ത് മന്ത്രാലയം നിർദ്ദേശം നൽകി. സ്വകാര്യ മേഖലയിൽ സ്വദേശികൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭ്യമാക്കുന്നതിന്റെ ഭാഗമായാണ് നിർദ്ദേശം. പൊതുമരാമത്ത് മന്ത്രാലയവുമായി കരാറിലേർപ്പെട്ടിട്ടുള്ള സ്വകാര്യ കമ്പനികൾക്കാണ് ഒഴിവുവരുന്ന എഞ്ചിനീയറിംഗ് തസ്തികകളിൽ കുവൈത്തി എഞ്ചിനീയർമാരെ നിയമിക്കാൻ അധികൃതർ നിർദ്ദേശം നൽകിയത്. സർക്കാർ ജോലിക്കായി സിവിൽ സർവീസ് കമ്മീഷനിൽ പേര് നൽകി കാത്തിരിക്കുന്നവരിൽ എഞ്ചിനീയറിംഗ് ബിരുദം നേടിയ നിരവധി സ്വദേശികളുണ്ടെന്നാണ് കണക്ക്. സർക്കാർ മേഖലയിൽ ഉൾക്കൊള്ളാൻ കഴിയുന്നതിലുമേറെയാണ് തൊഴിലന്വേഷകരായ എഞ്ചിനീയർമാരുടെ എണ്ണം. കുവൈത്ത് സർവകലാശാലയിൽ നിന്നും മറ്റും പുതുതായി പഠിച്ചിറങ്ങുന്ന ഉദ്യോഗാർത്ഥികളെ കൂടി പരിഗണിക്കുകയാണെങ്കിൽ എണ്ണം ഇനിയും കൂടും. സ്വകാര്യ കരാർ കമ്പനികൾ കൂടി സഹകരിച്ചാലേ ഈ വിഭാഗത്തിന് ജോലി ഉറപ്പാക്കാനാകൂ. ഈ സാഹചര്യത്തിലാണ് കുവൈത്തി എഞ്ചിനീയർമാരെ നിയമിക്കാൻ കോൺട്രാക്ടർമാർക്ക് ശക്തമായ നിർദ്ദേശം നൽകിയത്. മീഡിയ 1, കുവൈറ്റ് സിറ്റി. ഒമാനിലെ വിദ്യാസമ്പന്നരായ വിദേശ തൊഴിലാളികളുടെ എണ്ണം കുറയുന്നു. സെക്കൻഡറി തലത്തിന് മുകളിൽ വിദ്യാഭ്യാസ യോഗ്യതയുള്ള വിദേശ തൊഴിലാളികളുടെ എണ്ണത്തിൽ കാര്യമായ കുറവുണ്ടായതായി ദേശീയ സ്ഥിതിവിവര കേന്ദ്രത്തിന്റെ റിപ്പോർട്ട് പറയുന്നു. എഞ്ചിനീയറിംഗ് അടക്കം വിവിധ തസ്തികകളിൽ നിലനിൽക്കുന്ന വിസ വിലക്കിന്റെ ഫലമായാണ് മാറ്റം. 2018 വിദേശ തൊഴിലാളികളുടെ എണ്ണത്തിൽ 3.7% കുറവുണ്ടായി. വിദ്യാസമ്പന്നരിൽ ഹയർ ഡിപ്ലോമധാരികളുടെ എണ്ണത്തിലാണ് ഏറ്റവും അധികം കുറവുണ്ടായത്. സർക്കാർ മേഖലയിലെ വിദേശി തൊഴിലാളികളുടെ എണ്ണം 57,734 നിന്ന് 57,477 കുറഞ്ഞു. 87 തസ്തികകളിലെ വിസ വിലക്കാണ് വിദ്യാസമ്പന്നരായ വിദേശികളുടെ എണ്ണം കുറയാൻ പ്രധാന കാരണം. ഇതോടൊപ്പം ചെലവ് ചുരുക്കലിന്റെ ഭാഗമായി നിരവധി കമ്പനികൾ വിദേശ ജീവനക്കാരെ പിരിച്ചുവിടുന്നുമുണ്ട്. അടുത്തിടെ വിദ്യാഭ്യാസ മേഖലയിൽ അഡ്മിഷൻസ് ആൻഡ് രജിസ്ട്രേഷൻ വിഭാഗത്തിൽ ഡയറക്ടർ ഓഫ് സ്റ്റുഡൻസ് അഫയേഴ്സ് തുടങ്ങിയ തസ്തികകളിൽ വിദേശികളെ നിയമിക്കുന്നത് മാനവവിഭവശേഷി വകുപ്പ് നിരോധിച്ചിരുന്നു. കഴിഞ്ഞ വർഷം ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് ഒമാനിലേക്ക് തൊഴിൽ വിസയിലെത്തിയവരുടെ എണ്ണത്തിലും കുറവുണ്ട്. മീഡിയ 1, മസ്കറ്റ്. മുസ്ലിം ലീഗ് പോഷക സംഘടനയായ ദുബായ് KMCC ഘടകത്തിലുള്ള പ്രതിസന്ധി പാർട്ടിയുടെ മുഖപത്രത്തെയും ബാധിക്കുന്നു. UAEയിൽ മിഡിൽ ഈസ്റ്റ് ചന്ദ്രികയുടെ പ്രസിദ്ധീകരണം കഴിഞ്ഞ 3 ദിവസമായി നിലച്ചിരിക്കുകയാണ്. ലീഗ് സംസ്ഥാന ഘടകം ദുബായ് KMCC പ്രസിഡന്റായി നോമിനേറ്റ് ചെയ്ത ഇബ്രാഹിം എളേറ്റിലിനാണ് പത്രത്തിന്റെ UAE ചുമതല. എളേറ്റിലിനെ പ്രസിഡന്റാക്കിയതിനെ ചോദ്യം ചെയ്ത മറുപക്ഷം ദുബായ് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് അതോറിറ്റിയെ സമീപിച്ചിരുന്നു. ഗ്ലോബൽ പാസ്പോർട്ട് സേവാ പദ്ധതിക്ക് ഒമാനിൽ തുടക്കമായി. വിദേശകാര്യ മന്ത്രാലയം പദ്ധതി ആരംഭിക്കുന്ന 4ാമത്തെ രാഷ്ട്രമാണ് ഒമാൻ. മസ്കത്ത് എംബസി ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ ഇന്ത്യൻ അംബാസഡർ മുനു മഹാവർ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു.
ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഇന്ത്യൻ എംബസികളിലെയും കോൺസുലേറ്റുകളിലെയും പാസ്പോർട്ട് സേവനങ്ങൾ ഏകീകരിക്കുന്നതിന്റെ ഭാഗമായി ഇന്ത്യൻ വിദേശകാര്യ വകുപ്പാണ് ഓൺലൈൻ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുള്ളത്. പുതിയ പാസ്പോർട്ടിന് അപേക്ഷിക്കുവാനും പുതുക്കുവാനും കൂടാതെ പാസ്പോർട്ട് സംബന്ധമായ മറ്റേത് ആവശ്യങ്ങൾക്കും ഇനി എംബസിയുടെ വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത്. പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ വേഗത്തിലും കുറ്റമറ്റ രീതിയിലുമാക്കാൻ പുതിയ സംവിധാനം സഹായകരമാകുമെന്ന് അംബാസഡർ പറഞ്ഞു. The new system will essentially simplify the process, ensure greater security, ensure end-to-end tracking, and basically enable or improve the issue of passport services in Muscat. That is the main objective. പുതിയ സംവിധാനത്തിൽ അപേക്ഷിച്ച 6 പേർക്കുള്ള പാസ്പോർട്ടുകളും ചടങ്ങിൽ വിതരണം ചെയ്തു. പഴയ രീതിയിലുള്ള പാസ്പോർട്ട് അപേക്ഷകൾ മാർച്ച് 10 വരെ മാത്രമേ തുടരുകയുള്ളൂ. ഇന്ത്യയിലെ പാസ്പോർട്ട് സേവാ സംവിധാനം വിവിധ രാജ്യങ്ങളിലെ എംബസികളിലേക്ക് വ്യാപിക്കുന്ന പശ്ചാത്തലത്തിലാണ് മസ്കറ്റ് ഇന്ത്യൻ എംബസിയും പാസ്പോർട്ട് സേവനങ്ങൾ ഓൺലൈനിലൂടെയാക്കുന്നത്. മീഡിയ 1 മസ്കത്ത്. കുവൈത്തിലെ മലയാളി വനിതകൾ ചേർന്ന് വുമൺ എക്സ്പാറ്റ് ബേ എന്ന പേരിൽ കൂട്ടായ്മ രൂപീകരിച്ചു. മംഗഫ് മലബാർ ഹാളിൽ നടന്ന ചടങ്ങിൽ സംഘടനയുടെ ലോഗോ പവർ ലിഫ്റ്റിംഗ് താരം മജിസിയ ബാനു പ്രകാശനം ചെയ്തു. സ്ഥാപക അംഗങ്ങൾ സംഘടനയുടെ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു. മജിസിയ ബാനുവിനുള്ള ഉപഹാരം നജീബ അഹമ്മദ്, ഷൈനി എന്നിവർ സമ്മാനിച്ചു. കുട്ടികളുടെ വിവിധ കലാപ്രകടനങ്ങൾ അരങ്ങേറി. ഗൾഫ് നാടുകളിൽ മരിക്കുന്ന പ്രവാസി മലയാളികളുടെ മൃതദേഹം നാട്ടിലെത്തിക്കുമെന്ന ബജറ്റ് പ്രഖ്യാപനത്തിൽ മാറ്റമില്ലെന്ന് നോർക്ക അധികൃതർ. ബജറ്റ് നിർദ്ദേശങ്ങൾ നടപ്പിൽ വരുന്ന ഏപ്രിൽ 1 മുതൽ തന്നെ പദ്ധതി പ്രയോഗത്തിൽ വരുമെന്നും ബന്ധപ്പെട്ടവർ വിശദീകരിച്ചു. ഗൾഫിൽ മരണപ്പെടുന്ന മലയാളികളുടെ മൃതദേഹം സൗജന്യമായി നാട്ടിലെത്തിക്കുമെന്ന ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക്കിന്റെ പ്രഖ്യാപനം പ്രവാസ ലോകത്ത് വലിയ പിന്തുണ നേടിയിരുന്നു. എന്നാൽ പ്രഖ്യാപനം നടപ്പാകില്ലെന്ന വിധത്തിൽ പദ്ധതിയെക്കുറിച്ച് ചില കേന്ദ്രങ്ങൾ പ്രചാരണം നടത്തുന്നതായി നോർക്ക അധികൃതർ കുറ്റപ്പെടുത്തി. പദ്ധതിയെക്കുറിച്ച് ലോക കേരള സഭയുടെ പശ്ചിമേഷ്യൻ മേഖലാ സമ്മേളനത്തിലും മുഖ്യമന്ത്രി പ്രഖ്യാപനം നടത്തിയതാണ്. ഏപ്രിൽ 1 മുതൽ ഇത് നടപ്പിലാകുമെന്നും പത്രക്കുറിപ്പിൽ നോർക്ക വിശദീകരിച്ചു. അതേസമയം ഏതെല്ലാം വിഭാഗങ്ങൾക്കാണ് സൗജന്യ സഹായം ലഭിക്കുക എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ഉടൻ തന്നെ വ്യക്തത നൽകുമെന്നും നോർക്ക അധികൃതർ അറിയിച്ചു. പദ്ധതി പ്രാബല്യത്തിൽ വരുന്നതോടെ നോർക്കയുടെ കോൾ സെന്ററിലും വെബ്സൈറ്റിലും വിവരങ്ങൾ ലഭ്യമായിരിക്കും. മീഡിയ 1 ദുബൈ. ബഹ്റൈനിലെ പ്രമുഖ ടെക്സ്റ്റൈൽ റെഡിമെയ്ഡ് വ്യാപാര ശൃംഖലയായ സിറ്റി മാക്സ് ഫാഷൻസിന്റെ 5ാമത് ശാഖ മനാമയിൽ പ്രവർത്തനം തുടങ്ങി. ഉദ്ഘാടന ചടങ്ങിൽ പ്രമുഖ വ്യക്തിത്വങ്ങൾ പങ്കെടുത്തു. ടെക്സ്റ്റൈൽ ആൻഡ് റെഡിമെയ്ഡ് രംഗത്തെ ബഹ്റൈനിലെ മുൻനിര സ്ഥാപനമായ സിറ്റി മാക്സ് ഫാഷൻസിൻ്റെ 5ാമത് ശാഖയുടെ ഉദ്ഘാടനം പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങളാണ് നിർവഹിച്ചത്. മനാമ സൂക്കിൽ ഷെയ്ഖ് അബ്ദുള്ള റോഡിൽ 2 നിലകളിലായി ഒരുക്കിയ വിശാലമായ ഷോറൂമിൽ ലോകോത്തര നിലവാരമുള്ള വിവിധ ബ്രാൻഡുകളുടെ ശേഖരമൊരുക്കിയതായി മാനേജിംഗ് ഡയറക്ടർ അബ്ദുൽ ഖാദർ ഹാജി കല്ലറക്കൽ പറഞ്ഞു. വളരെ നല്ല പ്രതികരണമാണ് ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. തുടക്കം മുതലേ നല്ലൊരു പിന്തുണ കസ്റ്റമേഴ്സിൻ്റെ ഭാഗത്ത് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഗുണനിലവാരത്തിലും വിലക്കുറവും അത് ഞങ്ങൾ എന്നും കാത്തുസൂക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആദ്യ വിൽപ്പന നിസാർ നോഗക്ക് നൽകി മുനവർ അലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു. ചടങ്ങിൽ ഫക്രുദ്ദീൻ തങ്ങൾ, അസ്ഹരി തങ്ങൾ, KM ഷാജി MLA, അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ചേലേരി തുടങ്ങി പ്രമുഖർ പങ്കെടുത്തു. സമൂഹത്തിലെ വിവിധ തുറകളിലുള്ളവരുടെ സാന്നിധ്യത്തിലായിരുന്നു ചടങ്ങ്. പുതിയ ഷോറൂമിൻ്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഉപഭോക്താക്കൾക്കായി വിവിധ ഓഫറുകൾ പ്രഖ്യാപിച്ചതായി മാനേജ്മെൻറ്റ് അറിയിച്ചു. മീഡിയ 1 ബഹ്റൈൻ. ISC കേരള വിഭാഗം സലാലയിൽ സംഘടിപ്പിച്ച യുവജനോത്സവത്തിൽ ഷിൻസ ഹരീഷിനെ കലാതിലകമായും ജോബി ജോസിനെ കലാപ്രതിഭയായും തെരഞ്ഞെടുത്തു. ക്ലബ് ഹാളിൽ നടന്ന പരിപാടിയിൽ ഗായകനും സംവിധായകനുമായ ദിലീപ് മാസ്റ്റർ മുഖ്യാതിഥിയായിരുന്നു. മൻപ്രീത് സിംഗ്, കേരള വിംഗ് കൺവീനർ സുരേഷ് ബാബു എന്നിവർ സംസാരിച്ചു. ഗാനമഞ്ജരിയും അരങ്ങേറി. പരിപാടിയിൽ വിനയകുമാർ സ്വാഗതവും ഡോക്ടർ ഷാജി P ശ്രീധർ നന്ദിയും പറഞ്ഞു. പ്രവാസം പ്രമേയമാക്കി ഒട്ടേറെ ജനപ്രിയ ടെലിഫിലിമുകൾ സമ്മാനിച്ച സംവിധായകനും ശാന്താദേവി പുരസ്കാര ജേതാവുമായ സലാം കൊടിയത്തൂരിന് കൊടിയത്തൂർ ഏരിയ സർവീസ് ഫോറം സ്വീകരണം നൽകി. പ്രസിഡന്റ് VK അബ്ദുള്ള ഉപഹാരം നൽകി. അൽബിദ മഞ്ഞപ്പട എന്ന പേരിൽ സംഘടിപ്പിച്ച ആഘോഷ പരിപാടികൾ ചടങ്ങിന് കൊഴുപ്പേകി. യാസിൻ കണ്ണാട്ടിൽ അവതരിപ്പിച്ച കൊടിയത്തൂരിന്റെ മുക്കും മൂലയും, കോട്ടമ്മൽ ചായമക്കാനി തുടങ്ങിയ പരിപാടികളും അരങ്ങേറി. അംഗങ്ങൾ അവതരിപ്പിച്ച ഗാനമേളയും കുട്ടികളുടെ കലാപ്രകടനങ്ങളും ആഘോഷത്തിന് മാറ്റുകൂട്ടി. ഖത്തറിൽ ഇന്ന് രാത്രി ശക്തമായ കാറ്റിനും തണുപ്പിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഉംസെയ്ദ്, വക്ര തുടങ്ങിയ ഭാഗങ്ങളിൽ കുറഞ്ഞ താപനില 11 ഡിഗ്രി സെൽഷ്യസ് വരെയാകും. ദോഹയിൽ 13 ഡിഗ്രി സെൽഷ്യസിലേക്കും താഴും. ശക്തമായ കാറ്റടിക്കാൻ സാധ്യതയുള്ളതിനാൽ തീരങ്ങളിലുള്ളവരും കടലിൽ പോകുന്നവരും ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. ബഹ്റൈനിലെ ഇന്ത്യൻ സ്കൂളിൽ നടപ്പാക്കിയിരിക്കുന്ന ഫീസ് വർധനവ് അനവസരത്തിലാണെന്ന് യുണൈറ്റഡ് പാരന്റ്സ് പാനൽ നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. രക്ഷിതാക്കളുടെ അംഗീകാരം ഇല്ലാതെയുള്ള ഫീസ് വർധനയാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. കഴിഞ്ഞ 2018 ഡിസംബറിൽ നടന്ന AGM യോഗത്തിന്റെ അജണ്ടയിൽ ഫീസ് വർധന ഉൾപ്പെടുത്തിയിരുന്നില്ലെന്നും നേതാക്കൾ
ആരോപിച്ചു. എല്ലാം മന്ത്രാലയത്തിന്റെ അംഗീകാരത്തോടു കൂടിയാണ് എന്ന് പറഞ്ഞ് രക്ഷിതാക്കളുടെ മുന്നിൽ പുകമറ സൃഷ്ടിക്കുകയാണെന്നും UPP നേതാക്കൾ ആരോപിച്ചു. വാർത്താസമ്മേളനത്തിൽ ചെയർമാൻ എബ്രഹാം ജോൺ, ബിജു ജോർജ്, രാഖി ജനാർദ്ദനൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ദമാം ഇന്ത്യ ഫ്രറ്റേണിറ്റി ഫോറം സംഘടിപ്പിച്ച ഫ്രറ്റേണിറ്റി ഫെസ്റ്റ് സമാപിച്ചു. സമാപന സമ്മേളനം ജുബൈൽ ഇന്ത്യൻ സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ സയ്യിദ് ഹമീദ് ഉദ്ഘാടനം ചെയ്തു. പ്രവിശ്യയിലെ സാമൂഹ്യ സാംസ്കാരിക സംഘടനാ പ്രതിനിധികൾ പങ്കെടുത്തു. സാമൂഹ്യ പ്രവർത്തക മഞ്ജു മണിക്കുട്ടനെ പരിപാടിയിൽ ആദരിച്ചു. വിവിധ മത്സരങ്ങളിലെ വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. മൂസുകുട്ടി കുന്നകോടൻ, മൊയ്തു പിണറായി, മജിദ് ചേടാരി എന്നിവർ നേതൃത്വം നൽകി.